ഭഗവാൻ തേജസ്സാണ്. ഭഗവാനെ ഗർഭത്തിൽ ധരിക്കുമ്പോൾ ദേവകിക്ക് തേജസ് വരണു. വസുദേവർക്ക് ഗർഭാധാനത്തിന് മുമ്പ് തേജസ് വരണു. ആ തേജസ് സ്തുതിക്കപ്പെടുന്നു ഗർഭസ്തുതിയിൽ. തേജസ്സിന്റെ സ്വഭാവം ശബ്ദമാണ്. ശബ്ദം നാദമാണ്. നാദം ഓംകാരമാണ്. ആ ഓംകാരം തന്നെയാണ് വേണുഗാനം. കാരണം യോഗവിദ്യയിൽ വരുന്ന വേണുഗാനം നേരത്തെ പറയുമ്പോൾ അതിനെ ഞാൻ ചുരുക്കി ഇപ്പം പറഞ്ഞതാണ്, നേരത്തെ വിസ്തരിച്ച് പറഞ്ഞിരുന്നു. ആ വിളി പരബ്രഹ്മത്തിന്റെ വിളിയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ലൗകികമായിട്ടുള്ള ബന്ധങ്ങളും നമ്മുടെ ഐഡന്റിറ്റികൾ, വ്യക്തിത്വങ്ങളൊക്കെ തനിയെ അഴിഞ്ഞു പോടും. ഗോപികമാര് ഓടുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പലായനമാണ്, കൂട്ടപ്പലായനം. ആ വൃന്ദാവനത്തിന്റെ ആകാശത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ താഴോട്ട് നോക്കുക. ആ രാത്രി നിലാവത്ത് നോക്കുമ്പോൾ ഓരോ വീടുകളുടെ വാതിൽ ഇങ്ങനെ തുറക്കണതും സ്ത്രീകൾ ഇങ്ങനെ ഇറങ്ങി ഓടുന്നതും നമുക്ക് ഇങ്ങനെ ആകാശത്ത് നിന്ന് കാണാം. എല്ലാവരും ഓടിയിട്ട് ചിലർ വന്ന് തമ്മിൽ നിൽക്കണു. എവിടുന്ന വിളി വരണമെന്നറിയില്ല. ഒരു പുഴ ചേരണത് പോലെ അനേകം അരുവികൾ വന്നിട്ട് ഒരു പുഴ ഉണ്ടാവുന്നത് നമ്മൾ ആകാശത്ത് നിന്ന് കണ്ടാൽ കണ്ടിരിക്കും. അതുപോലെ ഗോപികമാരുടെ സംഘങ്ങൾ ഈ വിളി വരുന്ന കാട്ടിലേക്ക് ഒരു പുഴയായിട്ട് ഒഴുകി അങ്ങോട്ട് പോകണം. പിന്നെ ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഭട്ടതിരി നമ്മുടെ മുന്നിൽ വെച്ച് തരുന്നത്. അത് ഉത്തരവാദിത്വങ്ങൾ എന്നുള്ള ഒളിച്ചോട്ടല്ല, മറിച്ച് ആത്മാവ് അതിൻ്റെ യഥാർത്ഥ കേന്ദ്രത്തിലേക്ക്, എവിടുന്നാണോ നമ്മളൊക്കെ വന്നത് അവിടേക്ക്, നമ്മുടെ യഥാർത്ഥ ഉടമസ്ഥന്റെ അടുത്തേക്ക്, നമ്മുടെയൊക്കെ ഭർത്താവിൻ്റെ അടുത്തേക്ക്, നമ്മുടെയൊക്കെ നാഥന്റെ അടുത്തേക്ക്, നമ്മുടെയൊക്കെ പ്രാണപ്രിയനായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ നെഞ്ചിലേക്ക് സഞ്ചരിക്കുമ്പോ അതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയായിട്ട് മാറുന്നു. പ്രപഞ്ചത്തിൽ ബാക്കിയുള്ള പോക്കുകളൊക്കെ അസ്വാഭാവികമാണ്. ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പോക്ക് മാത്രമാണ് സ്വാഭാവികമായിട്ടുള്ള യാത്ര. വേറെ ഉള്ളതൊക്കെ അസ്വാഭാവികം. ഭട്ടതിരി പഠിപ്പിക്കണതാണ്, ഭഗവാനെ ഒരു കാമുകനായിട്ട് മാത്രം കണ്ടവർ പോലും ഉടനടി മോക്ഷം പ്രാപിക്കുന്നത് നമ്മളെയൊക്കെ എത്രയോ വലിയൊരു സത്യം പഠിപ്പിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പനെ ഏത് ഭാവത്തിൽ സമീപിക്കണമെന്നുള്ളതിനെക്കാട്ടിലും എത്രത്തോളം തീവ്രമായിട്ട് നമ്മൾ അവനിൽ ലയിക്കണമെന്നുള്ളതിലാണ് കാര്യം. ഹിരണ്യകശിപു വെറുത്ത് ലയിച്ചില്ലേ? ശിശുപാലൻ അസൂയപ്പെട്ട് ലയിച്ചില്ലേ? ദാ ഇവിടെ സ്നേഹിച്ച് ലയിക്കണത് കാണിച്ചു തരുന്നു. അതുകൊണ്ട് തീവ്രതക്കാണ്, ഇന്റൻസിറ്റിക്കാണ്. ഭഗവാനോട് നമ്മൾ കൊടുക്കുന്ന വികാരത്തിന്റെ ഇന്റൻസിറ്റിയിലാണ് പോയിന്റ്. വികാരം എന്താണെന്നുള്ളതിന്റെ ഗുണദോഷം ഭഗവാന് വിഷയമല്ല. ഇന്റൻസിറ്റി, എത്ര ഇന്റൻസിറ്റി, ത്യാഗത്തിലൂടെയോ അറിവിലൂടെയോ മാത്രം ലഭിക്കണ അതേ മോക്ഷം യാതൊരു കണക്കുകൂട്ടലും ഇല്ലാണ്ട്, ഒരു ബുക്ക് കീപ്പിങ്ങും ഇല്ലാണ്ട് സ്നേഹത്തിൽ കൂടെ അനായാസമായിട്ട് കിട്ടുന്ന ഈ ദശകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുക്കങ്ങളില്ല, തന്ത്രങ്ങളില്ല, ആചാരവേഷങ്ങളില്ല, പ്രത്യേകമായിട്ടുള്ള മാലയിടുക, കുറിതൊടുക, ഒന്നുമില്ല. ഒന്നിനും പറ്റിയില്ല. വേഷങ്ങൾ കിട്ടിയത് എടുത്തണിഞ്ഞോടിയെന്നാണ്. അത് അണിയേണ്ട സ്ഥലത്ത് പോലും അണിഞ്ഞില്ല. ഒരുക്കങ്ങളില്ല, തന്ത്രങ്ങളില്ല, മന്ത്രങ്ങളില്ല, ഒന്നുമില്ല. ഗുരുവായൂരപ്പനിലേക്ക് ഓടി ചെല്ലുകയാണ്. അങ്ങനെയുള്ള ഒരുത്തന്റെ ഹൃദയത്തില് ഏത് വഴിക്ക് ഓടിയാലും സാഫല്യം കിട്ടും. ഏത് റൂട്ടിൽ ഓടിയാലും ഗുരുവായൂരപ്പനെ കിട്ടും. നിങ്ങൾ വളഞ്ഞിട്ട് ഈ വഴിക്ക് പോയോ, അങ്ങനെ പോയോ, നേരെ പോയോ, എവിടെ പോയാലും അവിടെ ആള് കാത്തു നിൽക്കുന്നുണ്ട്. ചിട്ടയില്ല, വട്ടമില്ല, ഒന്നുമില്ല. ഇതിപ്പോ കേൾക്കുമ്പോ തന്നെ നമുക്ക് താങ്ങാൻ പറ്റണില്ല. കേൾക്കുമ്പോ തന്നെ താങ്ങാൻ പറ്റില്ല. അപ്പൊ അത് അനുഭവിച്ച ഗോപികമാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ, എത്ര ഭയങ്കരമായിരിക്കുന്നു അല്ലേ? അപ്പോ മുമ്പ് ഈശ്വരന്റെ മുന്നില് നഗ്നമായ ആത്മാവായിട്ട് നിന്നപ്പോ അവിടേക്ക് ലജ്ജയ്ക്ക് സ്ഥാനം ഉണ്ടായിരുന്നില്ല. ശരീരത്തോടെയാണോ അല്ലാതെയാണോ നമ്മൾ ചെല്ലുന്നത് എന്നുള്ളത് അവിടെ വിഷയമേ അല്ല. സ്നേഹം പൂർണ്ണമാണെങ്കിൽ ഗുരുവായൂരപ്പൻ അപ്പ മോക്ഷം തരും. അവൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നവരും, അവൻ ജ്ഞാനമാണെന്ന് പറയണവനും, അവനെ നേതി എന്ന് പറഞ്ഞിട്ട് വേണം കിട്ടാൻ എന്ന് പറയണവരും ഒക്കെ അകലെ നിൽക്കും. ഗുരുവായൂരപ്പൻ എന്റേതാണെന്ന് പറയണവൻ ഗുരുവായൂരപ്പനിൽ എത്തുകയും ചെയ്യും. ഇത് കാണിച്ചു തരുന്ന സ്ഥലമാണ് രാസക്രീഡ.